പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും രാവിലെ യോഗം ചേർന്ന് എല്ലാ കാര്യങ്ങളിലും തീരുമാനം ഉണ്ടാകും. ആ തീരുമാനം ഉണ്ടാകുമ്പോൾ അത് കോർഡിനേറ്റർ നിങ്ങളോട് പറയും. എന്തായാലും EMSന് ശേഷം CPMന് കേരളത്തിൽ നിന്നും ജനറൽ സെക്രട്ടറി MA ബേബിയെ നിയോഗിക്കാൻ PBയിൽ ധാരണ. പ്രകാശ് ദാവ്ഡെയും ബംഗാൾ ഘടകവും എതിർത്തു. PK ശ്രീമതിക്കും തരിഗാമിക്കും പ്രായപരിധിയിൽ ഇളവ്. കത്തോലിക്ക സഭയുടെ രാഷ്ട്രീയ പരീക്ഷണം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായേക്കും. സ്വാധീന മേഖലകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ നീക്കം. കോഴിക്കോട് പ്രഖ്യാപനത്തിന് പിന്നാലെ തുടർ നീക്കങ്ങൾക്ക് സഭാ നേതൃത്വത്തിന്റെ നിർദ്ദേശം. താമരശ്ശേരി ബിഷപ്പിന്റെ വിമർശനങ്ങൾക്ക് വനം മന്ത്രിയുടെ മറുപടി. പൃഥ്വിരാജിന് പിന്നാലെ ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. ലൂസിഫറിന്റെയും മരക്കാരുടെയും വിവരങ്ങൾ തേടി. ഗോകുലം ഗോപാലിന്റെ ഓഫീസുകളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ പരിശോധന തുടർന്ന് ED വീണ്ടും ചോദ്യം ചെയ്തേക്കും. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുകാന്തിനെതിരെ കൂടുതൽ വകുപ്പുകൾ. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, പണം തട്ടൽ കുറ്റങ്ങൾ ചുമത്തി. സുകാന്ത് ഇപ്പോഴും ഒളിവിൽ തന്നെ. നിലവിലെ സുഹൃത്തായ IB ഉദ്യോഗസ്ഥയെ ചോദ്യം ചെയ്തു. മലപ്പുറത്തെ പറഞ്ഞ വെള്ളാപ്പള്ളിക്കെതിരെ സമസ്ത മുഖപ്രസംഗം. വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജിനോട് മത്സരിക്കുന്നുവെന്ന് സുപ്രഭാതത്തിന്റെ വിമർശനം. ശ്രീനാരായണീയരെ കാവ്യ രാഷ്ട്രീയത്തിലേക്ക് ആട്ടിത്തെളിക്കുന്നുവെന്നും പത്രം. പരാമർശത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ പ്രതിഷേധമേറുന്നു. രാമേശ്വരത്തേക്കിനി ട്രെയിൻ യാത്ര. പുതിയ പാമ്പൻ പാലത്തിലൂടെ 2.2 കിലോമീറ്റർ പാലം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. തുറന്നു കൊടുക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം. ഉദയംപേരൂർ പള്ളിയിൽ സംഘർഷം. ജനാഭിമുഖ കുർബാന അർപ്പിക്കാനെത്തിയ വികാരിയെ തടഞ്ഞു. ഏകീകൃത കുർബാന മതിയെന്ന് വിശ്വാസികൾ. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ വനം വകുപ്പിന്റെ നടപടി. ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി റദ്ദാക്കി. താൽക്കാലിക ചുമതല പഞ്ചായത്ത് സെക്രട്ടറിക്ക്. വനംവകുപ്പിന്റെ നടപടി നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുമെന്ന് നിലപാടെടുത്തതിന്.